നല്ല അടിപൊളി മത്തി കിട്ടിയിട്ടുണ്ട്. അതും ചെറിയ മത്തി കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഞാൻ 2 തരത്തിലാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ഒന്ന് ഞാൻ നമ്മുടെ ജിഞ്ചർ പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മറ്റേ റെസിപ്പി ഏതാണെന്നല്ലേ, നമ്മുടെ ഷെഫിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു. അതിൽ പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും അതിൻ്റെ തനിതായ രുചിയും മണവും കളറും എല്ലാം നിലനിർത്തിക്കൊണ്ട് ഒരു റെസിപ്പി പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാന്താരി മുളക് എടുക്കുക, കുറച്ച് കരുവേപ്പില എടുക്കുക. ഇത് രണ്ടും നന്നായി അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഉപ്പും കൂടെ ചേർത്ത് മീനിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ ഞാൻ ചെയ്തു. ശേഷം മൺചട്ടി എടുത്ത് അതിൽ ഇങ്ങനെ ഒരു ഇല വെച്ച് വെളിച്ചെണ്ണ തടവി അതിലേക്ക് ഈ അരപ്പ് ചേർത്തിയ ഫിഷ്, അതായത് നമ്മുടെ മത്തി, നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് ഈ ഇലയിലോട്ട് നിരത്തി വെക്കണം. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇത് നിരത്തി വെച്ച് വേറൊരു വാഴ ഇല കൊണ്ട് മൂടി വെക്കുക. പിന്നെ ഒരു ലിഡ് കൊണ്ട് മൂടി വെക്കാം. അപ്പോൾ ഷെഫ് ഇത്ര കാര്യമായി പറഞ്ഞാലേ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്ക് നാട്ടിൽ വന്നാൽ നടത്താനുണ്ട് എന്നുള്ളത്. അതിൽ 1-2 കാര്യങ്ങൾ നടന്നു. ഇത് മറ്റൊരു കാര്യമാണ്. കുറേ നാളായി എനിക്കിത് ട്രൈ ചെയ്യണം എന്നുള്ളത് മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. എന്നാണ് എനിക്കത് സാധിച്ചത് കേട്ടോ. അതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അതിനുശേഷം ഇല കൊണ്ട് മൂടി വയ്ക്കാം. നന്നായി നിരത്തി വെച്ചിട്ടുണ്ട്. മൺചട്ടിയിൽ തന്നെ വെക്കുന്നതാണ് ഇതിൻ്റെ ഒരു സ്വാദ്. ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം, എന്നാലേ അതിൻ്റെ ഫുൾ റിസൾട്ട് കിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ ഐഡിയ പറഞ്ഞു തന്ന ഷെഫിന് നന്ദി. മറ്റൊരു വാഴയില കൊണ്ട് മൂടി ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചു. ഇപ്പുറത്ത് ഞാൻ മാരിനേറ്റ് ചെയ്ത നമ്മുടെ സാധാ മാരിനേറ്റ് ചെയ്ത മത്തിയിൽ ഫ്രൈ ചെയ്യാൻ വെച്ചു. ഇനി കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. കാന്താരിയും കരുവേപ്പിലയും കൂടെ അരച്ചിട്ടുള്ള ആ ഒരു മണം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് തിരിച്ചിടാം. ഓൾറെഡി ഒരു സൈഡ് കുറച്ചൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ ചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ വാഴയില വെച്ചത്. അതിലും വെളിച്ചെണ്ണ പുരട്ടി. അതിന് ശേഷമാണ് ഞാൻ ഈ ഫിഷെല്ലാം നിരത്തി വെച്ചത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. ഇപ്പോൾ ഞാൻ എല്ലാ മീനുകളും മറിച്ച് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ സൈഡ് നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി തിരിച്ചും അതേപോലെ വാഴയില കൊണ്ട് മൂടി ലിഡ് കൊണ്ട് അടച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ മറ്റേ സൈഡും റോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഒന്ന് തിള വരുമ്പോൾ അതേപോലെ ഒന്ന് മൂടി വയ്ക്കുക. ശേഷം ഒരു 3-4 മിനിറ്റ് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ അങ്ങനെ അടച്ചു വെക്കണം. പിന്നെ തുറന്ന് നോക്കിയാൽ ഒന്നും കാണില്ല, ഒന്നും കേൾക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. അത്ര നല്ല ഒരു സ്മെല്ലാണ് അതിൽ നിന്ന് വരുന്നത്, തേങ്ങാപ്പാലും അതെല്ലാം കൂടെ ചേർത്തിട്ട്. ഈ സമയത്ത് ഞാൻ ഓർഡർ ചെയ്തിരുന്ന പ്രോൺസ് വന്നു കേട്ടോ. 1/2 കിലോ പ്രോൺസാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതിൽ നിന്ന് ഞാൻ ഒരു 1/4 കിലോ എടുത്ത് കുറച്ച് ഞാനെടുത്ത് ഫ്രൈ ചെയ്തു, കുറച്ച് ഞാൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ പ്രോൺസ് ഫ്രൈ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചോറ് കഴിക്കേണ്ട സമയമായി. ഇനി വെയിറ്റിംഗ് ഇല്ല, വേഗം വിളമ്പുക ചോറിന്. ആദ്യമായിട്ട് ചെയ്ത ഈ ഒരു റെസിപ്പിയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്യണം, നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്, മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട്, ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ മോര് കറിയുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ മെനു. അപ്പോൾ നമ്മുടെ ഹീറോ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് നല്ല സിൽവർ കളറിൽ ഷെഫ് പറഞ്ഞ പോലെ അതിൻ്റെ തനിതായ നിറം നിലനിർത്തിക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫിഷ് കറി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.